പൊതുപ്രവർത്തനമൊക്കെ എങ്ങനെ പോകുന്നു ദേവി? ആഹാ, പതിവില്ലാത്ത ചോദ്യമാണല്ലോ നന്ദുന്റെ. എന്തായാലും നന്നായി പോകുന്നുണ്ട്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഫാക്ടറികളൊക്കെ തുടങ്ങാൻ MLA യുടെ ശുപാർശയും വേണമല്ലേ? ആ, ഈ ഗവൺമെന്റിന്റെ പ്രത്യേക നിയമം വെച്ച് കൊണ്ടുവന്നതാ. എന്താ നന്ദു? അല്ല, വിളപ്പിൻകൂടൊരു പ്ലാന്റിന്റെ പെർമിഷന് അപേക്ഷ വന്നിട്ടുണ്ടോ? ഒരു KK ഗ്രൂപ്പിന്റെ. ആ, വന്നിട്ടുണ്ട്. നന്ദു പറഞ്ഞു അല്ലേ? എന്തായാലും പേടിക്കണ്ട, അതിന് പെർമിഷൻ കൊടുക്കാൻ പോകുന്നില്ല. നല്ല പ്രഷറാ, മന്ത്രി വരെ ഇടപെടുന്നുണ്ട്. പക്ഷെ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുള്ളൂ. ഇതിൽ നന്ദുവിന്റെയും സപ്പോർട്ട് വേണം എനിക്ക്. പക്ഷെ ഞാൻ പറയുന്നത് തിരിച്ച, തന്റെ സപ്പോർട്ട് എനിക്ക് വേണ്ടത്. എന്താ നന്ദു? താൻ ആ പ്ലാന്റിന് അനുമതി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നന്ദു എന്തായി പറയുന്നേ? എനിക്കറിയാം, നീയെല്ലാം ന്യായം നോക്കിയും സത്യസന്ധമായിട്ടും മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂന്ന്. ആകാശം ഇടിഞ്ഞു വീണാലും ആദർശം വിട്ട് നീ ഒന്നും ചെയ്യില്ലെന്ന്. ന്യായമില്ലാത്ത ഒന്നിനു വേണ്ടിയും നീ ഒന്നും ചെയ്യില്ലെന്ന്. ന്യായമില്ലാത്ത ഒന്നിനു വേണ്ടിയും നീ ആരുടെ അടുത്ത് പോവുകയില്ല. നിന്റെ അടുത്ത് ആരെങ്കിലും വരാനും സമ്മതിക്കില്ല. ഒക്കെ എനിക്കറിയാം. ഞാനും അതനുസരിച്ച് തന്നെയാ നിന്നോട് ഇടപെടുന്നേ. നിന്റെ ആശയങ്ങളും ആദർശവും എനിക്കും സന്തോഷം തന്നെയാ. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളോട് ഗത്യന്തരമില്ലാതെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. KK ഗ്രൂപ്പിന്റെ പ്രോജക്റ്റിന് നീ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നന്ദുവിന് എന്ത് പറ്റി? എന്നെ പറ്റിക്കാണോ? അല്ല, സീരിയസ് ആയിട്ടാ പറയുന്നേ. അമ്മേ, ദേ നന്ദു പറയുന്ന കേട്ടോ, ഒരു നാടിനെ നശിപ്പിക്കാൻ പോകുന്ന പ്ലാന്റിന് ഞാൻ അനുമതി കൊടുക്കണമെന്ന്. നന്ദം മാത്രമല്ല മോളെ, ഞാനും അത് തന്നെയാ പറയുന്നേ. ആ പ്ലാന്റിന് നീ ലൈസൻസ് കൊടുക്കണം. അമ്മേ, നിങ്ങൾക്കിത് എന്തു പറ്റി? സുബോധം നഷ്ടപ്പെട്ടു പോയോ? നന്ദു, ഒരിക്കലും നടക്കാത്ത കാര്യം നിങ്ങൾ ഈ പറയുന്നേ. ദേവി, കെവിന്റെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്. എന്റെയും പരിചയക്കാരനാ. അയാളുടെ ഒരു അളിയനാ ഈ KK നായർ. എന്റെ ഈ കൂട്ടുകാരൻ KK നായർക്ക് വലിയൊരു തുക കൊടുക്കാനുണ്ട്. മുമ്പ് കടം വാങ്ങിയതാ. ഈ ലൈസൻസ് വാങ്ങിക്കൊടുത്താ ആ KK നായർ കട ഒഴിവാക്കി കൊടുക്കും. ഓ, കൂട്ടുകാരൻ നന്ദുവിനെ അമ്മയൊക്കെ വന്ന് കണ്ടു അല്ലേ? കരഞ്ഞ് കാലു പിടിച്ചും കാണും. നിങ്ങളുടെ മനസ്സങ്ങ് അലിയുകയും ചെയ്തു. നന്ദു, വിളിച്ചു പറ. ദേവിയോട് സംസാരിച്ചു, എന്ത് വന്നാലും ലൈസൻസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറ. എനിക്കങ്ങനെ പറയാൻ പറ്റില്ല ദേവി. നീ ലൈസൻസ് കൊടുക്കണം. നന്ദു, നടക്കാത്ത കാര്യങ്ങളില് നിർബന്ധം പിടിക്കരുത്. നീ അത് നടത്തിയേ പറ്റൂ. ഇത്രയും കാലത്തിനിടയ്ക്ക് നന്ദൻ ആദ്യമായിട്ടല്ലേ മോളെ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നത്? നടത്തിക്കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം അതിനെ എത്ര കാലത്തിനിടയ്ക്കായാലും നടത്തിക്കൊടുക്കാൻ പറ്റില്ലമ്മേ. എനിക്കും അമ്മയ്ക്കും വേണ്ടി നീ അത് നടത്തി തന്നേ പറ്റൂ. നന്ദു, പ്ലീസ്, എന്നെ നിർബന്ധിക്കല്ലേ. എന്നെ കൊണ്ടത് പറ്റില്ല. ദേവികേ, ഞാൻ ഇനിയൊരു കാര്യം ആവശ്യപ്പെടില്ല എന്ന് നിനക്ക് വാക്ക് തരാം. പക്ഷേ ഇതൊരെണ്ണം നടത്തി തരണം. അമ്മേ, എന്തായി പറയുന്നേ? എന്താ മൂന്നുപേരും കൂടെ ഒരു ഗൂഢാലോചന? ഒന്നുമില്ല അച്ഛാ. ആ മോളെ, നിന്നെ രാധാകൃഷ്ണൻ മനസ്സ് വിളിച്ചായിരുന്നോ?
ഇല്ലച്ചാ, അന്ന് ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞതിന് ശേഷം വിളിച്ചില്ല. എന്താ അച്ഛാ? ഇന്ന് ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം നല്ലൊരു തർക്കമുണ്ടായി. അയ്യോ, എന്തു പറ്റി? KK നായരുടെ ലൈസൻസാ വിഷയം. എന്തായാലും ദേവിക ഒപ്പിടില്ലെന്ന് ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. എന്തൊക്കെ സംഭവിച്ചാലും ആര് ശുപാർശ ചെയ്താലും നടക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. ആ പ്രഭ, ആ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമാ ദേവിക. KK നായരും രാധാകൃഷ്ണനൊക്കെ നേരിട്ട് സ്വാധീനിക്കാൻ നോക്കിയിട്ടും ഇളകിയില്ല. ആ ഇനിയും നിന്നെ സ്വാധീനിക്കാൻ അവര് വേറെ ആൾക്കാരെ ഇറക്കും. പക്ഷേ കരുതലോടെ അതിനെ എതിർത്ത് തോൽപ്പിച്ചോളണം കേട്ടോ. ആ സിദ്ധു കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുക്കാം. ആ എടാ നന്ദ, നിന്റെ ഭാര്യയെ കുറിച്ച് ഇത്രയും നല്ല കാര്യം പറഞ്ഞിട്ടും നീ ഒന്ന് ചിരിക്കുക പോലും ചെയ്തില്ലല്ലോ. എനിക്ക് സന്തോഷം തന്നെ. ആ മോളെ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം. ശരി അച്ഛാ. അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ നന്ദു. നന്ദു ഇനി ആ മാറ്റർ ഇവിടെ സംസാരിക്കരുത്. മുരളിയാണല്ലോ. എന്താ മുരളി? ഗൗരി വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നല്ലോ അല്ലേ? ആ ഗൗരി പറഞ്ഞില്ലേ, ശാരിക പരീക്ഷയാണെന്ന് പറഞ്ഞ് ബലം പിടിക്കുക. സാരല്ല, ഞാനെൻ്റെ അതിയോടി പറഞ്ഞ് മാറ്റിക്കോളാം. ദേവികയും വരും. പരിഭവമൊന്നും തോന്നരുത്. ഏയ്, എന്ത് പരിഭവം? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരല്ലേ. ഇപ്പോ ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. എന്താ മോനെ? ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറയാറില്ലേ, അതുപോലൊരു കാര്യമാണ്. എന്താ? എനിക്ക് പിടികിട്ടില്ല. അല്ല, ഈ പരീക്ഷ കാരണം വിവാഹം കുറച്ച് താമസിച്ച് മതിയെന്നല്ലേ ശാരിക പറയുന്നത്? അല്ല, അത് ഞങ്ങൾ പറഞ്ഞ് മാറ്റിക്കോളാന്ന് പറഞ്ഞില്ലേ? അയ്യോ വേണ്ട, മാറ്റണ്ട. തൽക്കാലം ശാരികയുടെ പഠിത്തം നടക്കട്ടെ. അതെന്താ അങ്ങനെ പറഞ്ഞേ? നവീൻ വിളിച്ചിരുന്നു. അവന്റെ വിസയുടെയൊക്കെ കാര്യത്തില് ചെറിയൊരു തടസ്സമുണ്ടത്രേ. ഓ, അങ്ങനെയാണോ? അതെ അങ്കിൾ, അവന്റെ വരവ് ചിലപ്പോൾ അല്പം ഒന്ന് നീളും. അപ്പൊ പിന്നെ ശാരികയെ ധൃതിപ്പെട്ടൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടിക്കണ്ട. സത്യം പറഞ്ഞാൽ മുരളി പറയുന്ന കേട്ടപ്പോൾ ഒരു ആശ്വാസമായി. ഈ ബന്ധം കൈവിട്ടു പോകുന്നൊരു ആദ്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും താമസിച്ചാലും കുഴപ്പമില്ലല്ലോ. അതെ അതെ, ശാരികയെ ആവശ്യമില്ലാത്ത സമ്മർദ്ദം കൊടുത്ത് ബുദ്ധിമുട്ടിക്കണ്ട. ശാരിക പഠിക്കട്ടെ. ഓ, പെൺകുട്ടികൾക്ക് ഇക്കാലത്ത് പഠിത്തവും ജോലി അത്യാവശ്യം. ആരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ ആത്മവിശ്വാസം കൂടും. ഇത് തന്നെയാ ശാരികയും പറയുന്നത്. എന്തായാലും ഈ രീതിയിൽ കാര്യങ്ങൾ പോട്ടെ. നമുക്ക് രണ്ടുപേർക്കും കൂടി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം. ഓ, ആയിക്കോട്ടെ മുരളി, ശരി. രാധികേ, ആരോടാ മുരളിയേട്ട സംസാരിച്ചേ? ഞാനാ മാധവനങ്ങളോടാ സംസാരിച്ചത്. എന്താ പറഞ്ഞേ? വേറെന്താ, നവീന്റെ ശാരികയുടെ കല്യാണം തന്നെ. ശാരികയെ വെറുതെ വെപ്രാളപ്പെടുത്തണമെന്ന് ഞാൻ പറയായിരുന്നു. എന്നുവെച്ചാ? അല്ല, പഠിത്തത്തിന്റെ കാര്യം തന്നെ ഗൗരി.
ഈ കല്യാണം കഴിഞ്ഞാലും പഠിക്കാന്നൊക്കെ വെറുതെ സമാധാനിപ്പിക്കാൻ വേണ്ടിയുള്ള പറച്ചില്ല. നമുക്കറിയാം വിവാഹം കഴിഞ്ഞാൽ പിന്നെ പഠിത്തമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. മുരളേട്ടൻ എന്താ പറഞ്ഞോണ്ട് വരുന്നേ? എടി, നമുക്ക് അല്പം സാവകാശം കൊടുക്കാം. നവീനോടും പറയാം. വരട്ടെ. എന്ത് വരട്ടേന്ന്? ഒന്നും പറയണ്ട. നവീന്റെ ഇത്തവണത്തെ വരവില് നമ്മൾ കല്യാണം നടത്തും. അതുമല്ല, ഇത്രയും പറഞ്ഞിട്ടും അവക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ പിന്നെ അമ്മ പറഞ്ഞതുപോലെ പഠിപ്പും കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരിക്കട്ടെ അവള്. എന്റെ അനിയനെ വേറെ പെണ്ണ് കിട്ടും. നീ ബഹളം ഉണ്ടാക്കല്ലേ? ഞാൻ ബഹളം ഉണ്ടാക്കിയൊന്നും അല്ല, കാര്യം പറഞ്ഞതാ. എന്തായാലും വരട്ടെ. ദേവികയെ ഞാൻ കാണുന്നുണ്ട്. ആന്റിയോ? ഞാനൊന്ന് പ്രഭയെ കാണാൻ വന്നതാ. അമ്മയും നന്ദു അമ്പലത്തിൽ പോയിരിക്കാം. ആന്റി വാ, അവരിപ്പ വരും. വാ. ആന്റിക്ക് ചായ എടുക്കട്ടെ? ഒന്നും വേണ്ട മോളെ. ഇന്ന് പ്രോഗ്രാം ഒന്നും ഇല്ലേ? ഉണ്ടായിരുന്നു. 1-2 പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു ആന്റി. അതെന്തു പറ്റി? അങ്ങനെ സാധാരണ പ്രോഗ്രാം ഒന്നും മാറ്റി വെക്കാറില്ലല്ലോ. എന്താ മോളെ, എന്തു പറ്റി? മനസ്സിന് ഒരു സുഖമില്ല ആന്റി. മോള് കാര്യം പറ. മോളെ, എന്താ പറ്റി? എന്നെ ഒരു അഴിമതിക്കാരിയാക്കാൻ നോക്ക ആന്റി. ആരാ ആ രീതിയിൽ മോളോട് പെരുമാറുന്നേ? ഞാൻ ചോദിക്കാം. പാർട്ടിയിൽ ആരെങ്കിലും ആണോ? മോളോട് എന്താ ആവശ്യപ്പെട്ടെ? ആ KK നായരുടെ മാലിന്യ പ്ലാന്റിന് MLA സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന്. ആരാ ആവശ്യപ്പെട്ട ഇങ്ങനെ ഒരു വൃത്തികേട്? മോളെ, എന്ത് സമ്മർദ്ദം ഉണ്ടെങ്കിലും ശരി, സമ്മതിക്കരുത്. വിളപ്പിൻകോട് മാലിന്യ പ്ലാന്റിന്റെ കാര്യമല്ലേ പറയുന്നത്? മോളെ, പാർട്ടി നേതാക്കളെ അറിയിക്കണം. പ്ലാന്റിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാർട്ടിന്ന് തന്നെ പ്രഷർ വരുത്തുന്നു. പാർട്ടി നല്ല ആന്റി സമ്മർദ്ദം. പിന്നെ ഇവിടുന്ന് തന്നെയാ, ഈ വീട്ടിൽ നിന്ന്. മോൾ എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ അമ്മയും നന്ദുവും KK നായരുടെ പ്ലാന്റിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പ്രഷർ ചെയ്യാം. എന്ത് വേണോന്ന് അറിയാതെ നിൽക്കുക ഞാൻ. എന്താ, നന്ദനും പ്രഭയും ആ പ്ലാന്റിന് വേണ്ടി സമ്മർദ്ദം തരുന്നോ? അതെ ആന്റി. അവർക്ക് എന്ത് പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. വലിയ വഴക്ക് വരെയായി ആന്റി. ഈശ്വര, പ്രഭ ഇങ്ങനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നോ? അതുപോലെ നന്ദനും. അവര് ശുപാർശ ചെയ്യുന്നത് എത്ര ദോഷമുള്ള കാര്യത്തിന് വേണ്ടിയാണെന്ന് അവർക്കറിയില്ലേ? അറിയാതിരിക്കാൻ അവര് കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. എന്തിനു വേണ്ടിയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ആ KK നായര് സ്വാധീനിച്ചിട്ടുണ്ടാവോ ആന്റി? മോളെ, ഇനി ആര് വന്ന് പറഞ്ഞാലും മനസാക്ഷിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യരുത്. അല്ല, മോളങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്തായാലും പ്രഭയെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ. എനിക്ക് പ്രഭയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആന്റി, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അമ്മയും നന്ദു അറിയരുത്. ഞാൻ ആന്റിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മുരളി, എന്താടാ കാണാന്ന് പറഞ്ഞു? ഒന്നുമില്ല. ഇന്നാണെങ്കിൽ MLA കുറച്ച് പ്രോഗ്രാംസ് മാറ്റിയും വെച്ചു. സമയമുണ്ട്. എന്നാ പിന്നെ എന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വിളിച്ചതാ. ബുദ്ധിമുട്ടല്ല ആയോ? ബുദ്ധിമുട്ടോ? നീ എന്താ അങ്ങനെ പറഞ്ഞു? പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ നീ ഇങ്ങനെ പെട്ടെന്ന് കാണണമെന്ന് പറയില്ലെന്ന് എനിക്കറിയാം. അതും ഇവിടെ
പറ, എന്താ വിഷയം? ഞാനൊരു കാര്യം പറഞ്ഞ നീ നല്ല അർത്ഥത്തിലെടുക്കണം. ആ, നീ പറ. ഒരു MLA എന്ന നിലയ്ക്ക് ദേവികയ്ക്ക് ഇപ്പം നല്ല പേരാ. അതെ, ദേവികയെ മന്ത്രിസഭയിലേക്ക് എടുക്കണമെന്ന ഇപ്പം രാഷ്ട്രീയ മേഖലയിലെ സംസാരം നീ കേട്ട് കാണും. ആ, ഞാനും കേട്ടു. ആ സാഹചര്യത്തില് അവളുടെ ഒരു ഭാവി മുന്നിൽ കണ്ട് വേണം ഏത് കാര്യവും നമ്മൾ ചെയ്യാൻ. എന്താടാ നീ ഇങ്ങനെ ചുറ്റി വളഞ്ഞൊക്കെ പറഞ്ഞോണ്ട് വരുന്നത്? അവളുടെ ഭാവി തന്നെയാ ഞാനും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. എടാ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. എന്താ? ഈ KK ഗ്രൂപ്പിന്റെ പ്ലാന്റിന്റെ സർട്ടിഫിക്കേഷന്റെ കാര്യത്തിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടല്ലോ. ആ, സത്യം പറഞ്ഞ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. എടാ, നീ ദേവിയോടൊന്ന് പറയണം. പ്ലാന്റിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നീ ഒന്ന് ഉപദേശിക്കണം. ഞങ്ങൾ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിച്ചൊന്നും മുഷിഞ്ഞു. നീ എന്നെ കളിയാക്കിയതാണോ? മനസ്സിലായില്ല? അനുവാദം കൊടുക്കുന്നത് ശരിയല്ല, ദേവികയെ നിർബന്ധിക്കരുത് എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് നീ നേരത്തെ കയറി ഇങ്ങോട്ട് സ്കോർ ചെയ്തു അല്ലേ? ഓ, പ്ലാന്റിന് അനുവാദം കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത്? നന്ദ, പറഞ്ഞില്ലേ, ദേവിക വളരെ ഉയരങ്ങളിലെത്തേണ്ട കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതാക്കുന്ന ഒരു കാര്യത്തിലും ദേവിക ഉൾപ്പെടുത്താൻ പാടില്ല. പരിസ്ഥിതി സാമൂഹിക പ്രശ്നങ്ങളിലും അവൾ സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നീയും പ്രഭാന്റെയും ദേവികയെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിർബന്ധിച്ചു എന്നറിഞ്ഞു. അത് വേണ്ട നന്ദ. എടാ, ഇങ്ങോട്ട് നോക്ക്. ഉരുളി, എന്താടാ? വേണ്ട. എന്താ? ഈ സംഭാഷണം നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ നല്ല ഫ്രണ്ട്സാ. അതുകൊണ്ട് വേണ്ട, ഇതിനെക്കുറിച്ച് നമ്മൾ ഇനി സംസാരിക്കണ്ട. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് നന്ദ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. ദേവിക നമ്മുടെ കുടുംബത്തിനൊരു അഭിമാനമല്ലേ? അതുകൊണ്ട് തന്നെ ദേവികയെ വിഷമിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. വേണ്ട മുരളി, ഈ കാര്യം നമ്മൾ സംസാരിച്ചാൽ ശരിയാവില്ല. നന്ദ, വേണ്ട, നമ്മൾ തമ്മിൽ പിണങ്ങാൻ പാടില്ല. നമ്മൾ തമ്മിൽ പിണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ദേവികയ്ക്ക് നല്ല വിഷമമുണ്ട്. അതിന് നിനക്കെന്താ? ദേവി വിഷമിക്കും, സന്തോഷിക്കും. അതിൽ നിനക്കെന്താ കാര്യം? നീ തമാശക്കാണോ അതോ കാര്യമായിട്ടാണോ ചോദിക്കുന്നത്? കാര്യമായിട്ട് എന്നെ ചോദിച്ചത്. അല്ല, ഞാൻ അവളോട് പറഞ്ഞ കാര്യങ്ങള് അവൾ തന്നെ നിന്നെ അറിയിച്ചത്. എന്താ? അല്ല, നമ്മളെല്ലാരും ഒറ്റ മനസ്സായതുകൊണ്ട് എന്നെ അവള് സഹോദരനായിട്ട് കാണുന്നുണ്ട്. എന്താ അതിൽ നിനക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? എടാ, നിനക്ക് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ദേ മുരളി, നീ എത്രയൊക്കെ ശബ്ദം ഉയർത്തിയാലും നീ എനിക്ക് നന്ദനം, ഞാൻ നിനക്ക് മുരളിയോ. നമ്മുടെ ഗുണവും ദോഷമൊക്കെ നമുക്ക് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും അതിര് പിടിച്ചൊന്നും സംസാരിക്കണ്ട. നോക്കുന്നെന്താ, KK ഗ്രൂപ്പിന്റെ പ്ലാന്റിന് ദേവിക അനുമതി കൊടുക്കരുത്. ഈ ഒരു കാര്യത്തിൽ നീ ഇടപെടണ്ട. സ്നേഹം കൊണ്ട് പറയാ. KK ഗ്രൂപ്പിന് ലൈസൻസ് കൊടുത്തേ തീരുമെന്ന് നിനക്കെന്താ എത്ര നിർബന്ധം? അത് നീ അറിയണ്ട. എനിക്കറിയണം നന്ദ. മുരളി, നീ ചുമ്മാ എന്നെ ചൊറിയാൻ വരണ്ട. പിന്നെ ദേവി എന്റെ ഭാര്യ. ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ അഭിപ്രായം പറയാൻ മൂന്നാമതൊരാൾ വരണ്ട. എന്താടാ പറഞ്ഞേ? നീ എന്താ പറഞ്ഞെന്ന് മാറിക്കണം. എന്റെയും ദേവിയുടെ ഇടയില് നീ അഭിപ്രായം പറയാൻ വരണ്ടാന്ന്. നന്ദ, ഇവിടെ സ്വാതന്ത്ര്യം എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് കടന്നു കയറി ആളാവാനെന്ന് നോക്കണ്ട. ഒരു ഉപദേശി. KK ഗ്രൂപ്പിന്റെ പ്ലാന്റ് വിളപ്പിൻകോട് വരിക തന്നെ ചെയ്യും. മോളെ നോക്ക്, നീ അന്ന് പറഞ്ഞില്ലേ മീരയുടെ സ്ഥാനത്ത് നിന്നെ കാണണമെന്ന്? അങ്ങനെ തന്നെയാ ഞാൻ നിന്നെ കാണുന്നേ. എന്റെ മോളായി കണ്ടാ ഞാൻ പറയുന്നേ. എന്ത് വന്നാലും ശരി, നീ മനസാക്ഷിക്ക് വിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കരുത്.
നമ്മുടെ നാട്ടിലെ വലിയൊരു നേതാവായി മാറേണ്ട ആളാ നീ. ഉറച്ച തീരുമാനങ്ങളുള്ളവരെ ഉയരങ്ങളിലെത്തും. എനിക്കറിയാം ആന്റി. അമ്മയും നന്ദു എന്നെ നിർബന്ധിക്കുന്നതൊക്കെ പ്രയോജനമില്ലാത്ത കാര്യത്തിനാ. ആന്റി പറഞ്ഞതുപോലെ എന്ത് വന്നാലും ഞാൻ എന്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല. അങ്ങനെ വേണം. ചിലപ്പോ സമ്മർദ്ദം കാരണം ഇവിടുന്ന് ഇറങ്ങേണ്ട സാഹചര്യം വന്നേക്കാം. എന്നാലും ഞാൻ തളരില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ നേരെ തേവക്കാട് വരണം. അത് നിന്റെയും കൂടി വീടാണെന്ന് വിചാരിച്ചാ മതി. അവിടെ വന്ന് ആരും നിന്റെ മനസ്സ് മാറ്റാൻ പ്രേരിപ്പിക്കില്ലല്ലോ. അതിരിക്കട്ടെ, സിദ്ധു എന്ത് പറയുന്നു? അച്ഛൻ സ്ട്രോങ് ആയിട്ട് എന്റെ കൂടെ ഉണ്ട്. നന്ദു അമ്മയും പ്ലാന്റിന് വേണ്ടി എന്നെ പ്രഷർ ചെയ്യുന്നത് അച്ഛൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം സിദ്ധുവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം മോളെ. ബാക്കിയെല്ലാം സിദ്ധു നോക്കിക്കോളൂ. വേണ്ട ആന്റി, ഇപ്പൊ ഞാനായിട്ട് വീട്ടുവഴക്കിലേക്ക് എത്തിക്കുന്നില്ല. ചില നേരത്തെ തോന്നും എനിക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ സംഭവങ്ങള് ഈ വീട്ടിൽ നടക്കുന്നുണ്ടെന്ന്. എന്താ മോളെ? അതെ ആന്റി, ഞാൻ അറിയാതെ എന്തൊക്കെയോ എനിക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ടെന്നൊരു തോന്നല്.